കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം രാജഗിരിയെ ദുരിതത്തിലാക്കുന്നതായി നാട്ടുകാർ. കരിങ്കൽ കയറ്റി പോകുന്ന ടിപ്പർ ലോറികളുടെ സഞ്ചാരം രാജഗിരി ജോസ്ഗിരി റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതായും നാട്ടുകാർ. ക്വാറിയിൽ നിന്നും പുറന്തള്ളിയ മൺകൂന ഇടിയുന്നതും നാടിന് ഭീഷണിയെന്ന് പ്രദേശവാസികൾ. രാജഗിരി ജോസ്ഗിരി റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് ആദ്യം കേൾക്കാം. ഇന്ന് രാവിലെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കല്ലും മണ്ണ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും, അപ്പോൾ ഞാൻ PWD ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ റോഡിൽ പണിയെടുക്കുന്നതെന്ന്. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ധാരണയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന പണിക്കാരോട് ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾ കോറിക്കാർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്, രാജഗിരി ജോസ്ഗിരി റോഡിൽ കൂടെ ഒരു ജില്ലാ റോഡാണിത്, ഇതിൽ കൂടെ ശരിക്കും ക്വാറികളുടെ വാഹനങ്ങൾ മാത്രം പോയാൽ മതിയോ? ഇവിടുത്തെ സാധാരണക്കാർ ജീവിക്കണ്ടേ? ഒരു സ്കൂട്ടി ഉള്ളവൻ, ഒരു ബൈക്കുള്ളവൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരു കാറുകാരൻ, ഈ പറയുന്ന വാഹനങ്ങൾക്കൊന്നും ഈ വഴി കൂടെ കയറി പോകാൻ പറ്റിയല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതേപോലെ തന്നെ ഇന്നലെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 46.2 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ ജില്ലയിൽ പെയ്തിരിക്കുന്നത്. 10-15 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ക്വാറിയിങ് ഓപ്പറേഷൻസ് നിർത്തിവെക്കണം. ഇന്നലെ രാജഗിരിയിൽ ഈ 2 ക്വാറിയിലും ഏതെങ്കിലും മൈനിങ് ഓപ്പറേഷൻസ് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. അവർ സാധാരണ പോലെ തന്നെ വെടിപൊട്ടിച്ചു, അവർ സാധാരണ പോലെ തന്നെ ലോഡ് കൊണ്ടുപോയി, അവർ സാധാരണ പോലെ തന്നെ മണ്ണ് മാന്തി. അപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങൾ ഇവിടുത്തെ ക്വാറികൾക്ക് ബാധകമല്ലേ? മൂന്നാമത്തേത്, അതായത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, ഈ ക്വാറിയുടെ ബ്ലാസ്റ്റിങ് 50 മീറ്ററിന് മുകളിലേക്ക് ഇവരുടെ വൈബ്രേഷൻസ് പോരുമെന്നാണ്. പക്ഷേ രാജഗിരിയിലെ പ്രത്യേകിച്ച് കബനി ബ്ലൂബറേഷൻസ് എടുത്തു തന്നെ പറയുന്നു, ഇവരുടെ ബ്ലാസ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ആ മൈനിങ്ങിൻ്റെ സ്ഫോടനം ശരിക്കുമ്പോഴാണെങ്കിൽ 300 മീറ്റർ അകലെ വരെ അതിൻ്റെ ആ ലാൻഡ് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ എർത്തിക്കൂടെയുള്ള വൈബ്രേഷനും, ഈ 2 ലാൻഡും എയറും, ഈ 2 വൈബ്രേഷനും ഒരു 300 മീറ്ററിന് മേലെ വരെ വരുന്നുണ്ട്. അത്രയ്ക്ക് ഭീകരമായ സ്ഫോടനം നടത്തുന്നത്. അതേപോലെ മണ്ണ് കൂട്ടിയിരിക്കുന്നത്, ഈ മണ്ണ് കൂട്ടിയിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ 20 അടിക്ക് മേലെ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ മണ്ണ് കൂട്ടാൻ പാടില്ല, 20 അടിക്ക്. പക്ഷേ ഇവിടെ എത്രയാണ് കൂട്ടിയിരിക്കുന്നത്? 20 മീറ്ററിന് മേലെ കൂട്ടാൻ പാടില്ല. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ 40 മീറ്റർ വരെയാണ് ഇവർ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം നിയമവിരുദ്ധമാണ്. പിന്നെ എന്തെങ്കിലും മണ്ണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് കുറച്ച് പ്ലാസ്റ്റിക് എവിടെയെങ്കിലും മേടിച്ചു കൊണ്ടുവന്നിട്ട് ആ പ്ലാസ്റ്റിക് ഈ മണ്ണിന് മുകളിലേക്ക് വലിക്കുന്നു. അപ്പോൾ അങ്ങനെ വലിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മാത്രമല്ല, ഇത് ശരിക്കും ആണെങ്കിൽ 30 ഡിഗ്രിക്ക് മേലെ ചെരിയുള്ള പ്രദേശമാണ്. ഇവിടെ ജിയോളജിയുടെയും അതുപോലെ തന്നെ മറ്റേ സംസ്ഥാന മണ്ണ് പര്യവേഷണ ഓഫീസറുടെയും ഇതുണ്ട്, ഇവിടെ 80 ഡിഗ്രിക്ക് മേലെ ഈ പ്രദേശത്ത് ആവറേജ് ചെരിവുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു മൈനിങ് പ്രവർത്തനങ്ങൾ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം നടത്തണമെന്നുള്ളത് സംസ്ഥാന പാരിസ്ഥിതിക വകുപ്പിൻ്റെ പഠനം നടത്തണമെന്നുള്ളത് ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ കലക്ടർ 1-2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെ അങ്ങനൊരു പഠനം നടത്തിയതായിട്ട് അറിയില്ല. കാരണം അങ്ങനൊരു പഠനം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ച് അവരുടെ അഭിപ്രായമെല്ലാം ചോദിക്കണം. ഇതുവരെ അങ്ങനെയുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല. അപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇവിടെ സകലമാന നിയമങ്ങളും വയലേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 2 ക്വാറികളുടെയും പ്രവർത്തനം അടിയന്തരമായിട്ട് ജില്ലാ കളക്ടറും പഞ്ചായത്തും ഇടപെട്ട് നിർത്തിവയ്ക്കാനുള്ള നടപടി ഉണ്ടാവേണ്ടതാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രദേശം നേരിടേണ്ടി വരുന്നത് വളരെ വലിയൊരു ദുരന്തമായിരിക്കും. ഇതാണ് ഒരു നാട്ടുകാരെന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന പൊതുമരാമത്ത് റോഡാണിത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന KSRTC ബസ് കടന്നുപോകുന്ന പാതയും ഇതുതന്നെ. ഈ റോഡാണ് അമിതഭാരം കയറ്റിപ്പോകുന്ന ടിപ്പർ ലോറികൾ കാരണം തകരുതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാജഗിരിയിൽ നിന്ന് കാനംവയലിലേക്കും ജോസ്ഗിരിയിലേക്കും തിരിയുന്ന ഭാഗത്താണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ഇവിടെ നിന്നും ജോസ്ഗിരി ഭാഗത്തേക്ക് 1 കിലോമീറ്ററോളം ഭാഗം ടാറിങ് ഇളകി കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. മിക്കയിടത്തും റോഡിൻ്റെ ഓവുചാലിൻ്റെ അരികുകളും ഇടിഞ്ഞിരിക്കുകയാണ്. റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും അവർ അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. റോഡിൽ കുഴികളുണ്ടാകുമ്പോൾ ക്വാറി നടത്തിപ്പുകാർ തന്നെ താൽക്കാലിക അറ്റകുറ്റപ്പണിയെടുക്കും. റോഡ് തകർച്ചയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 2 ക്വാറികൾ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. അതിൻ്റെ നിയമലംഘന ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അധികാരികളുടെ മുമ്പിൽ ഇവിടുത്തെ പൊതുജനങ്ങളും വിവിധങ്ങളായ സംഘടനകളും ഒക്കെ അതിൻ്റെ അധികാരികളോട് ഇതിനു മുമ്പ് പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു നടപടികളും ഇതുവരെ വേണ്ടപ്പെട്ട അധികാരികൾ കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ വളരെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത്. 2 ക്വാറികൾ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ മണ്ണുകൾ അവിടുന്ന് മാറ്റി റോഡ് സൈഡിൽ കൂനിയായി ഇടുന്നു. അതോടൊപ്പം തന്നെ രാജഗിരി മുതൽ ജോസ്ഗിരിയിലേക്കുള്ള റോഡ്, ഈ രാജഗിരി മുതൽ ഈ കോറ വരെയുള്ള പ്രദേശങ്ങൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാൻ വേണ്ടിയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആ റോഡ് ഉപയോഗിക്കുന്നത്
ഇവിടെ പ്രവർത്തിക്കുന്ന 2 ക്രഷറുകളുടെ വലിയ ടോറസ് വാഹനങ്ങൾ ദിവസവും നൂറുകണക്കിന് ലോഡുമായി പോകുന്നതുകൊണ്ട് ഈ റോഡ് ഇന്ന് നശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജഗിരി മുതൽ ഈ കോറ വരെയുള്ള പ്രദേശങ്ങൾ. അതിന് നടപടിയെടുക്കേണ്ട അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന മട്ടിലാണ് പോകുന്നത്. ഇത് അധികാരികളുടെ മുമ്പിൽ ഇതിനു മുമ്പും ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ജോസ്ഗിരിയിലേക്കുള്ള വാഹന ഗതാഗതം വരെ ഇവിടെ നിരോധിക്കേണ്ട, അല്ലെങ്കിൽ ഗതാഗതത്തിന് പറ്റാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഈ ജോസ്ഗിരി റോഡിൽ രാജഗിരി മുതൽ ഈ കോറ പ്രവർത്തിക്കുന്ന പ്രദേശം വരെയുള്ള പ്രദേശങ്ങൾ. അടിയന്തരമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡ് നശിപ്പിച്ച ഈ കോറയ്ക്കെതിരെ നടപടിയെടുക്കുകയും ഈ നശിച്ച റോഡുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ കോറ ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. അവിടെ ആയിരക്കണക്കിന് മണ്ണുകളാണ് ഇപ്പോൾ എടുത്ത് റോഡ് സൈഡിൽ, ഈ റോഡിൻ്റെയൊക്കെ സൈഡിലേക്കായി മാറ്റിയിട്ടിരിക്കുന്നത്. ഏത് സമയത്തും ഏത് അപകടവും വരത്തക്ക രീതിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കൊണ്ടാണ് അവിടെ മണ്ണ് കാര്യങ്ങളൊക്കെ കോറ അധികാരികൾ എടുത്തിട്ടിരിക്കുന്നത്. ഇതിനും നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ എടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കോറ നമുക്കൊക്കെ അറിയാം, ഈ പ്രദേശത്തു കൂടി ലോഡ് കടന്നു പോകണമെങ്കിൽ ഈ രാജഗിരി മുതൽ ജോസ്ഗിരിയുള്ള പ്രദേശങ്ങളും സാധാ റോഡാണ്. ഈ റോഡിൽ കൂടി ലോഡുകൾ കടന്നു പോകണമെങ്കിൽ ഏതാണ്ട് 10 ടണ്ണിൻ്റെ ലോഡ് പോകാനുള്ള വഴിയാണ്, ഈ റോഡാണ്. പക്ഷേ ഇപ്പോൾ ഈ കോറയിൽ നിന്നും വലിയ ടോറസ് വാഹനങ്ങളിൽ ഏതാണ്ട് 60, 30, 40, 60, 50 ടണ്ണ് വരെയുള്ള ലോഡ് കയറ്റിക്കൊണ്ടുള്ള വാഹനങ്ങളാണ് ഇവിടുന്ന് ദിനംപ്രതി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ നശിച്ചിരിക്കുന്നത്. ഇതിനെതിരെ അധികാരികൾ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡില്ലാതാകുന്നത് മാത്രമല്ല പ്രദേശവാസികൾ നേരിടുന്ന ഭീഷണി. ക്വാറിക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്തത് കൂട്ടിയിട്ടത് ഏത് നിമിഷവും ഇടിഞ്ഞ റോഡിലേക്ക് എത്തുന്ന സ്ഥിതിയാണ്. റോഡ് നിരപ്പിൽ നിന്നും മീറ്ററുകളോളം ഉയരത്തിലാണ് മണ്ണ് നീക്കം ചെയ്തത് കൂട്ടിയിട്ടിട്ടുള്ളത്. മഴ ശക്തമായപ്പോൾ ഈ മൺകൂന ഇളകി നിൽക്കുകയാണ്. മണ്ണും കല്ലും ഉൾപ്പെടെ റോഡിലേക്കും അവിടെ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്കും എത്തി അപകടം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പണിയിൽ മണ്ണ് ഇടിഞ്ഞ റോഡിലേക്ക് വീണ് പുറകെ നോക്കുമ്പോൾ അറിയാം, ഇഷ്ടംപോലെ കല്ലുകളൊക്കെ റോട്ടിൽ വീണുകയും താഴെ താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിൻ്റെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കണം. 90 ഡിഗ്രിക്ക് മേലെ ചെരുവിലാണ് ഇവർ ഈ മണ്ണിട്ടിരിക്കുന്നത്. യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെയോ റിപ്പോർട്ടിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോ ഒന്നും കൂടാതെ അവരുടേതായ താല്പര്യത്തിന് മണ്ണിങ്ങനെ ഇട്ടിട്ട് സ്വാഭാവികമായിട്ട് തന്നെ പാറക്കൂട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണിത്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അവരിവിടെ പൊട്ടിക്കുന്ന വെടിയുടെയും അതുപോലെ തന്നെ അവരുടെ ഖനനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലാണ്ട് തന്നെ കല്ലുകൾ ഉയർന്ന് ഇങ്ങോട്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മല പോലെ മണ്ണിങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അവർ ചെയ്യുന്നത് അത് പ്ലാസ്റ്റിക് ഇട്ട് അത് മൂടാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ വളരെ അശാസ്ത്രീയമാണ്. കുറച്ചും കൂടെ ശാസ്ത്രീയമായ രീതിയിൽ ഇവരിത് ഖനനം നടത്തിയിട്ടില്ലെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ ഈ പ്രദേശം വളരെ വലിയ ഒരു പരിസ്ഥിതി ദുരന്തത്തെ നേരിടേണ്ടി വരും. രാജഗിരിക്കാരുടെ ഉറക്കം കെടുത്തുന്ന അപകട സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ക്വാറിയിൽ നിന്നുള്ള മണ്ണിടിയുന്ന പ്രദേശം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, സ്ഥിരം സമിതി ചെയർമാൻമാരായ M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.